തിരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്. നമസ്കാരം. പാലക്കാട് ജില്ലയിലെ 3 കൃഷിഭവനുകളിലൂടെയായി കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് 2017-18 സാമ്പത്തിക വർഷത്തിൽ കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കിയത്. 75,35,000 രൂപ പദ്ധതി വിഹിതത്തിന്മേൽ പ്രയോജനം ലഭ്യമായത് 250 ഹെക്ടർ ഭൂമിയിലെ 43,750 തെങ്ങുകൾക്കാണ്. പുതുതലമുറയിലും കാർഷിക സമ്പന്നതയെ നെഞ്ചോട് ചേർക്കുന്ന ഒരു പറ്റം കർഷക ഹൃദയങ്ങൾക്കും പാരമ്പര്യത്തിൻ്റെ സംരക്ഷണത്തിനുമായാണ് കേരള സർക്കാർ കേരഗ്രാമം പദ്ധതി വിഭാവനം ചെയ്തത്. പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിനു കീഴിൽ 18 വാർഡുകളിലായാണ് കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കിയത്. കടമ്പഴിപ്പുറം കൃഷിഭവനിൽ 18 വാർഡുകളിലായി 1554 കർഷകർക്ക് നേരിട്ട് സഹായം നൽകുവാൻ ഈ പദ്ധതി വഴി സാധ്യമായി. കേരഗ്രാമം പദ്ധതിയുടെ ഔപചാരിക ഉദ്ഘാടനം 2017 ഒക്ടോബർ 28 പി. ഉണ്ണി MLA നിർവഹിച്ചിരിക്കുന്നു. ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന കേരഗ്രാമത്തിന്റെ കനികൾ വിളഞ്ഞു നിൽക്കുന്ന തെങ്ങിൻ തോപ്പുകൾ ഇനി നമുക്ക് കാണാം. പതിനെട്ട് വാർഡുകളിൽ 1554ഓളം കർഷകരാണ് പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കിയത്. കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന് കീഴിൽ 3 കൃഷിഭവനിലൂടെയാണ് 2017-18 സാമ്പത്തിക വർഷത്തിൽ കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കിയത്. ഗ്രാമപഞ്ചായത്തിൽ 2017 ഓഗസ്റ്റ് മാസത്തിലാണ് MLA ഫണ്ടിൽ നിന്ന് 75,37,000 രൂപയോളം നമുക്ക് കേരഗ്രാമം എന്ന പദ്ധതിക്ക് അനുവദിച്ച് കിട്ടിയത്. അത് കിട്ടിയതും 2017 ചിങ്ങം 1 പദ്ധതിയെക്കുറിച്ച് വിശദീകരണ ക്ലാസ് കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തി. വാർഡ് തലത്തിൽ കർഷകരെ സംഘടിപ്പിച്ചുകൊണ്ട് പദ്ധതി താഴെ തട്ടിലെത്തിച്ചു. വാർഡ് മെമ്പർമാർ, ചെയർമാനും കർഷകൻ കൺവീനറുമായിട്ടുള്ള 7 അംഗ കമ്മിറ്റി വാർഡ് തലത്തിൽ രൂപീകരിച്ചു. പഞ്ചായത്ത് തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കർഷകനും പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനുമായി കേര സമിതി രൂപീകരിച്ചു. അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം ഒക്ടോബർ 15 MLA ഉണ്ണിയേട്ടൻ നടത്തി. 100ഓളം തെങ്ങുകയറ്റ യന്ത്രങ്ങളും ജലസേചനത്തിന് വേണ്ട മോട്ടോറുകൾ, അതുപോലെ മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റ്, കിണർ എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് നൽകാൻ സാധിച്ചു. കൂടാതെ 43,750 തെങ്ങുകൾ പരിപാടിയുടെ ഭാഗമായി പരിപാലിക്കുന്നതിനാവശ്യമായ കുമ്മായം, രാസവളം തുടങ്ങിയ സഹായങ്ങളൊക്കെ നൽകാൻ സാധിച്ചു. വാർഡുതല ക്ലസ്റ്റർ മുഖേനയാണ് ഈ സംഭവങ്ങളൊക്കെ നടത്തിയതും. അതുപോലെ തന്നെ കേരഗ്രാമസഭ തന്നെ വിളിച്ചു കൂട്ടുണ്ടായി. ഇതുകൂടാതെ പ്രാദേശികമായി ജൈവവളം സംഭരിച്ചുകൊണ്ട് കർഷകർ തന്നെ തെങ്ങിൻ തടത്തിലിടുകയും അതിന് വേണ്ട സബ്സിഡി കർഷകൻ്റെ അക്കൗണ്ടിലേക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇടവിള കൃഷിക്കായിട്ട് മറ്റേ വാഴ, ഇഞ്ചി, മഞ്ഞൾ ഇതുപോലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു. പിന്നെ മാവിൻ തൈ നൽകാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഒരു പരിപാടികളൊക്കെ തന്നെ വളരെ സജീവമായി നടത്തുന്നതിന് ഞങ്ങളുടെ കൃഷി ഓഫീസർ വാസുദേവൻ സാറും 18 വാർഡുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട കർഷകർ, കൺവീനർമാർ വഹിച്ച പങ്ക് വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ലഭിച്ച തുകയിൽ നിന്ന് 63 ലക്ഷത്തിലധികം രൂപ ചെലവഴിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. വളരെ നല്ല രീതിയിൽ നടത്തിയത് കൊണ്ട് തന്നെ ഒരു യന്ത്രച്ചക്ക്, നിലച്ചക്കിൽ ആട്ടുന്ന വെളിച്ചെണ്ണ യൂണിറ്റ് ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ ഭാഗമായി തുടങ്ങിയിട്ടുണ്ട്. തുടർന്ന് ഈ 19-20 വർഷത്തിൽ പദ്ധതിയിലും കേരഗ്രാമത്തിൻ്റെ തുടർച്ച എന്നോണം കുറച്ച് തുക പഞ്ചായത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. തെങ്ങുകയറ്റ യന്ത്രങ്ങൾ ഉപയോഗിച്ച് കൃഷി വിളവെടുക്കാമെന്ന ലക്ഷ്യത്തിന്മേൽ
പരിശീലന പരിപാടികളും സംഘടിപ്പിച്ചിരുന്നു. സബ്സിഡി നിരക്കിലാണ് യന്ത്രങ്ങൾ ലഭ്യമാക്കിയിരുന്നത്. പദ്ധതിയെ പറ്റി ആദ്യമായിട്ട് പറയുമ്പോൾ ഈ കേരഗ്രാമം പദ്ധതി ഇവിടെ നടപ്പാക്കാൻ കൃഷി വകുപ്പ് നല്ല സഹകരണം കൃഷി വകുപ്പിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് കടമ്പപ്പുറത്ത് വന്ന കൃഷി ഓഫീസറാണ്, പിന്നെ ഞങ്ങളുടെ ഇതിന്റെ കോർഡിനേറ്റർ അജിയേട്ടൻ, അവരോടൊക്കെ ഒരു നല്ല നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ അവസ്ഥയിൽ. തുടർന്നും കേരഗ്രാമത്തിന്റെ ഒരുപാട് പ്രോജക്റ്റുകൾ ഞങ്ങളെ പങ്കാളികളാക്കണം. 18 വാർഡുകളിലായി 18ഓളം ക്ലസ്റ്ററുകൾക്ക് രൂപം നൽകി. ക്ലസ്റ്ററുകളുടെ ചെയർമാൻമാരായി അതാത് വാർഡ് മെമ്പർമാരും വാർഡിലെ പ്രധാന തെങ്ങ് കർഷകനെ കൺവീനറായും തിരഞ്ഞെടുത്തു. പദ്ധതി നടത്തിപ്പിനായി 5 അംഗ സമിതിക്കും രൂപം നൽകി. പഞ്ചായത്ത് തലത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനും ക്ലസ്റ്ററുകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പ്രതിനിധിയായി ഒരു കൺവീനറെയും നിയോഗിച്ചിരുന്നു. ഇതിനു പുറമെ ഒരു ട്രഷറർ, ഓഡിറ്റർ, മറ്റ് നിർവാഹക സമിതി അംഗങ്ങൾ എന്നിവരെയും തിരഞ്ഞെടുത്താണ് കേരഗ്രാമത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത്. കേരഗ്രാമം കടമ്പഴിപ്പുറം കൃഷിഭവൻ ഉൾപ്പെടുത്തി കേര കൃഷിക്കാർക്ക് ഒരുപാട് രാസവളത്തിനും ജൈവവളത്തിനും തെങ്ങ് നേരേക്കുന്നതിനും മറ്റ് ആനുകൂല്യം പല രീതിയിലും കൊടുത്തുകൊണ്ട് കടമ്പഴിപ്പുറം കൃഷിഭവൻ്റെ കീഴിലുള്ള അല്ലെങ്കിൽ അതിർത്തിയിലുള്ള എല്ലാ കേര കർഷകർക്കും നല്ല വിളവിനും തെങ്ങിൻ്റെ ആരോഗ്യത്തിനും സൗകര്യങ്ങളായിട്ടുണ്ട്. ഞാൻ പിന്നെ എല്ലാ സമയത്തും തെങ്ങിൻ്റെ തെങ്ങ് കൃഷി ധാരാളം വേണ്ട പോലെ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒരു വലിയ മുതൽക്കൂട്ടായി സർക്കാരിൻ്റെ സഹായം, മറ്റ് കാശ് വില കുറവും മറ്റുമൊക്കെ ആയതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ സാമ്പത്തികപരമായി കാശിന് ബുദ്ധിമുട്ടുന്ന കർഷകർക്ക് അത് ഒരുപാട് ഉപകാരപ്രദമായി. ഉൽപാദനക്ഷമത വർദ്ധിച്ചു, അതിന് മാർക്കറ്റബിൾ ഇവിടെ തന്നെ ചെയ്യാൻ സാധിച്ചു. അതുപോലെ പലർക്കും ജോലി ചെയ്യാൻ പറ്റി. സബ്സിഡൈസ് റേറ്റിൽ മോട്ടോർ കിട്ടിയതുകൊണ്ട് നനയ്ക്കാൻ സാധിച്ചു. പിന്നെ ഇടവിളകളായ വാഴ, ഇഞ്ചി, മഞ്ഞൾ മുതലായതിൻ്റെ വിത്തുകൾ ലഭിച്ചു. അതിനെ കൃഷി ചെയ്തു. അതുകൊണ്ട് ഉൽപ്പാദനം വർദ്ധിച്ചു. വീട്ടാവശ്യം കഴിച്ച് ബാക്കി ഞങ്ങൾക്ക് മാർക്കറ്റിൽ കൊടുക്കാൻ സാധിക്കും. പിന്നെ പൊതുജനത്തിനും പ്രയോജനകരമായ രീതിയിൽ ഞങ്ങൾ ചെയ്യാൻ സാധിക്കും. അതാണ് വലിയൊരു മെച്ചം. പിന്നെ സബ്സിഡി റേറ്റിലുള്ള പൈസ മുഴുവൻ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടിരിക്കുന്നു. വീട്ടിൽ ധാരാളം ഈൽഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. 40 വർഷമായിട്ട് നല്ല ഈൽഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നുള്ള ഇത് ശേഖരിക്കേണ്ട മുതലായൊക്കെ തെങ്ങിൻ്റെ കൂട്ടിലിടും. അങ്ങനെ അത് വേസ്റ്റ് ആക്കാണ്ടുള്ളവർക്ക് ഒരു ഗുണമുണ്ടായിരുന്നു. കേരഗ്രാമം പദ്ധതിയുടെ വിഹിതമായ 75 ലക്ഷം രൂപയിൽ ഏകദേശം 64 ലക്ഷം രൂപയോളം വിനിയോഗിക്കുവാൻ കഴിഞ്ഞു. 43,750 തെങ്ങുകളും 3 വർഷത്തേക്ക് ഇൻഷുർ ചെയ്യുകയും ചെയ്തു. ഇതിനെല്ലാം പുറമെ വളത്തിനാവശ്യമായ കുമ്മായം, രാസവളം, മഗ്നീഷ്യം, സൾഫേറ്റ് മുതലായവ സബ്സിഡി നിരക്കിൽ വാർഡ് തല ക്ലസ്റ്ററുകൾ മുഖാന്തരം ലഭ്യമാക്കിയിരുന്നു. ജൈവവളം പ്രാദേശികമായി തന്നെ പഞ്ചായത്തിലെ കർഷകർ ഉപയോഗിച്ചതിന് സബ്സിഡികൾ ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭ്യമാക്കി. കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിനെ കേരഗ്രാമമായി തിരഞ്ഞെടുത്ത അന്ന് മുതൽ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ, കേര വികസന സമിതികൾ അവരോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാനുള്ള അവസരം കടമ്പഴിപ്പുറം സർവീസ് ബാങ്കിന് കിട്ടുകയുണ്ടായി. കൃഷിഭവനായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 3750 കൃഷിക്കാരുടെ ഉടമസ്ഥയിലുള്ള 43,750 തെങ്ങ് യൂണിറ്റായി എടുത്തുകൊണ്ട്
നമ്മൾ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനം വളരെ മാതൃകാപരമായിരുന്നു. ഇതിനോടൊപ്പം ലഭിച്ച മറ്റ് പല പഞ്ചായത്തുകളിലും ചെയ്യാൻ സാധിക്കാത്തത് വളരെ കൃത്യമായി സമയബന്ധിതമായി മനസ്സിലാക്കാൻ കടമ്പൂപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള കൃഷിഭവനും കേര സമിതികൾക്കും കഴിഞ്ഞതിൽ ഒരു എളിയ പങ്ക് അവരോടൊപ്പം നടന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ള ഈ ബാങ്ക് അഭിമാനം കൊള്ളുകയാണ്. ഞങ്ങൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് 43,750 കിലോഗ്രാം ചുണ്ണാമ്പ്, മഗ്നീഷ്യം സൾഫേറ്റ് 21,875 കിലോഗ്രാം, രാജകോസ് 37,187 കിലോഗ്രാം, യൂറിയ 32,812 കിലോഗ്രാം, പൊട്ടാഷ് 48,125 കിലോഗ്രാം എന്ന രീതിയിലാണ് ഞങ്ങൾ വിവിധ വാർഡ് തല കേര സമിതികൾക്ക് എത്തിച്ചു കൊടുത്തു. നല്ല സഹകരണമായിരുന്നു വാർഡ് തല സമിതികൾ. ബാങ്ക് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഗോഡൗണുകളിൽ അവിടെ വന്ന് ഈ സാധനം സംഭരിച്ചു കൊണ്ടുപോകുന്നതിലൊക്കെ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ് നമ്മുടെ 18 വാർഡുകളിലെയും സമിതികൾ നിർവഹിച്ചത്. ജൈവവള ലഭ്യതയ്ക്ക് പുറമെ മണ്ണിര കമ്പോസ്റ്റ് ഉൽപാദനവും തകൃതിയായി തന്നെ നടന്നു വന്നിരുന്നു. രണ്ടായിരത്തി 2017-2018 വർഷത്തിൽ വിജയകരമായി നടപ്പിലാക്കിയ കേരഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിർമ്മിച്ച ഒരു മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റാണത്. ഇത് കിഴക്കേക്കരാമ്പാട്ട്, എൻ്റെ അച്ഛൻ്റെ കിഴക്കേക്കരാമ്പാട്ട് ബാലസുബ്രഹ്മണ്യം എന്നാണ് അച്ഛൻ്റെ പേര്. അച്ഛൻ്റെ പേരിലാണ് ലാൻഡ്, അച്ഛൻ്റെ പേരിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് 7.5 മീറ്റർ നീളവും 1.25 മീറ്റർ വീതിയും ഏകദേശം 1 മീറ്ററോളം ഹൈറ്റുമുള്ള ഒരു 2 ബിറ്റുകളുള്ള മണ്ണിര കമ്പോസ്റ്റിൻ്റെ ടാങ്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാ തരത്തിലുള്ള ചപ്പ് ചവറുകളും, എരിവ്, പുളിപ്പ് അങ്ങനെ ഇല്ലാത്ത ചപ്പ് ചവറുകളെല്ലാം തന്നെ നമ്മളതിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചതിന് ശേഷം അത് അളിയുന്നതിന് വേണ്ടി, ഒന്ന് പാകപ്പെടുന്നതിന് വേണ്ടി നമ്മളതിൽ ചാണകത്തിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പാകമായിട്ട് അളിഞ്ഞു കിട്ടും. അങ്ങനെ ഒരു 20-25 ദിവസം കഴിയുമ്പോൾ അടുത്ത ബിറ്റിൽ മണ്ണിരകളെ നിക്ഷേപിച്ചിട്ടുണ്ടാവും. ആ മണ്ണിരകളെ നിക്ഷേപിക്കുന്നത് ചാണകത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ കൂടുതൽ പ്രജനനം നടന്ന് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ച് അതിന് പെറ്റ് പെരുകും. അങ്ങനെ അതിലേക്ക് നമ്മൾ ഈ വളം, ഈ അളിഞ്ഞ ചപ്പ് ചവറുകൾ എടുത്ത് ആ ടാങ്കിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അവരത് തിന്ന് അവരുടെ വിസർജന വസ്തുവാണ് നമുക്ക് ശരിക്കും വളമായിട്ട് കിട്ടുന്നത്. അത് നല്ല ചായപ്പൊടി പോലുള്ള ഡ്രൈ ആയിട്ടുള്ള വളമാണ് കിട്ടുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഒരുപാട് പോഷക മൂല്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു വളമാണത്. നമുക്ക് എക്സാമ്പിൾ, ഒരു ചാണകം ഒരു 10 കിലോ ഒരു തെങ്ങിനോ എന്തെങ്കിലും ഇടുന്നത് ഇത് 1 കിലോ ഇട്ടാൽ മതി, അത്രയും അടങ്ങിയിരിക്കുന്നു. അതുപോലെ അത്യാവശ്യം നല്ല വില കിട്ടും. നമുക്ക് ഞങ്ങളുടെ ആവശ്യത്തിന് ഉത്പാദിപ്പിക്കുന്നു, പുറത്ത് കൊടുക്കുന്നു. ഞങ്ങൾ ഇപ്പോൾ വലിയ പിറ്റി കൃഷിഭവൻ തന്നു, അതിനനുസരിച്ച് നമുക്കിത് കൂടുതൽ കൊടുക്കുന്നുണ്ട്. നല്ലൊരു ആദായമാണ് കിട്ടുന്നത്. പിന്നെ കൂടുതൽ ആളുകൾ ചോദിച്ചു വരുന്നുണ്ട് ഈ വളം, നമുക്കിത് കൊടുക്കാൻ സാധിക്കുന്നില്ല. മണ്ണിര കമ്പോസ്റ്റ് യൂണിറ്റും കിണറും പദ്ധതി പ്രകാരമാണ് നടപ്പിലാക്കിയത്. 64ഓളം ഇലക്ട്രിക് മോട്ടോറുകളും 100 തെങ്ങുകയറ്റ യന്ത്രങ്ങളും സബ്സിഡി നിരക്കിൽ തന്നെയാണ് കർഷകർക്ക് ലഭ്യമാക്കിയത്. കടമ്പഴിപ്പുറം കേരഗ്രാമ പദ്ധതിക്ക് നേതൃത്വം നൽകിയ കൃഷി ഓഫീസർ കെ വാസുദേവൻ സാറിനോട് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിൻ്റെ ഒരു പ്രധാന പദ്ധതിയായ കേരഗ്രാമം പദ്ധതി 2017 ഓഗസ്റ്റ് 17-നാണ് നമ്മൾ തുടക്കം കുറിച്ചത്. 17-ൻ്റെ കർഷക ദിനത്തോടനുബന്ധിച്ച് ഇതേക്കുറിച്ച് എല്ലാവരിലേക്കും അറിവുകൾ എത്തിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ തുടങ്ങി. ഒക്ടോബർ 22-ന് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട MLA ശ്രീ P. ഉണ്ണി അവർ നിർവഹിക്കുകയുണ്ടായി. തുടർന്നുള്ള ഓരോ ഘട്ടങ്ങളിലും വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഈ പദ്ധതിയെക്കുറിച്ച് അറിയുന്നതിന് വേണ്ടി പ്രത്യേക കർഷക സഭകൾ സംഘടിപ്പിച്ചു. കൂടാതെ ഈ അപേക്ഷാ ഫോറങ്ങൾ വാങ്ങിക്കുന്നതിനും അതിൻ്റെ ക്രോഡീകരണത്തിനും വേണ്ടി പലപ്പോഴായിട്ട് കർഷക സഭകൾ ആരംഭിച്ചു. ഓരോ വാർഡ് തലത്തിലും കർഷക ക്ലസ്റ്ററുകൾ രൂപീകരിച്ചു. അതിൽ 7 അംഗ സമിതികളാണ്. അതിൻ്റെ വാർഡ് മെമ്പർ അതിൻ്റെ ചെയർമാനും അതിൽ പ്രധാന ഒരു കർഷകൻ കൺവീനറുമായിട്ടുള്ള ഒരു സംഘാടക സമിതി ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് രൂപകൽപ്പന ചെയ്തു. അതിൻ്റെ പ്രവർത്തനം വളരെ തൃപ്തികരമായിരുന്നു ഈ പഞ്ചായത്തിൽ.
അങ്ങനെ ചിട്ടയായ രീതിയിലാണ് ഇതെല്ലാം സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പ്രവർത്തനത്തിൽ ഒരു വ്യത്യസ്തത എന്താ വെച്ചാൽ ഈ കേര കർഷകനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഉൽപ്പാദനത്തിനാവശ്യമായ എല്ലാ ഘടകങ്ങളും നമ്മൾ സബ്സിഡി നിരക്കിൽ നേരിട്ട് ലഭ്യമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിലൊരു പ്രധാന പങ്ക് VFPCKയും മറ്റൊരു പങ്ക് നമ്മുടെ സർവീസ് സഹകരണ ബാങ്കുമാണ് നിർവഹിച്ചിട്ടുള്ളത്. അതിൻ്റെ ഇൻപുട്ടുകളെല്ലാം സർക്കാർ ഏജൻസിയിൽ നിന്നാണ് നമുക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. VFPCKയിൽ നിന്ന് ഇടവിളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, മഞ്ഞൾ, വാഴ, പച്ചക്കറി തുടങ്ങിയിട്ടുള്ള എല്ലാ നടീൽ വസ്തുക്കളും നമുക്ക് നേരിട്ട് ലഭ്യമാക്കാൻ കഴിഞ്ഞു. കൂടാതെ ക്ലസ്റ്ററുകൾ മുഖേന നമുക്ക് രാസവളം, മഗ്നീഷ്യം സൾഫേറ്റ്, കുമ്മായം തുടങ്ങിയവ കൃത്യമായ അനുപാതത്തിൽ അവർക്ക് നേരിട്ട് എത്തിച്ചേരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമുക്കൊരു വെർമി കമ്പോസ്റ്റ് യൂണിറ്റ് ഇതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞു. അതുകൂടാതെ ഒരു കിണർ, ജലസേചനത്തിന് ആവശ്യമായിട്ടുള്ള കിണർ നമുക്ക് ഇതോടനുബന്ധിച്ച് നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഏകദേശം 60ഓളം പമ്പ് സെറ്റുകൾ നമ്മൾ സബ്സിഡി നിരക്കിൽ ഈ കേരഗ്രാമ പദ്ധതി പ്രകാരം നമുക്ക് നൽകാൻ സാധിച്ചു. പൊതുവെ എല്ലാ ഘടകങ്ങളിലൂടെയും നമുക്ക് ഈ സബ്സിഡി കൊടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന നേട്ടം. അതുകൂടാതെ തെങ്ങ് കയറാൻ വേണ്ടിയിട്ടുള്ള യന്ത്രങ്ങൾ നമുക്ക് ലഭ്യമാക്കി. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രത്യേക പരിശീലന ക്ലാസ് നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഹരിത കേരളം മിഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടും തദ്ദേശ സ്വയംഭരണമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതുകൂടാതെ തുടർ പദ്ധതിയായിട്ട് നമുക്ക് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. തെങ്ങ് കാർഷിക ഇടത്തിൽ ഇടവിള കൃഷിക്കായി പച്ചക്കറി വിത്തുകൾ, വാഴക്കന്നുകൾ, മാവിൻ തൈകൾ, ജാതി ഗ്രാഫ്റ്റുകൾ എന്നിവ VFPCK വഴി ലഭ്യമാക്കിയിരുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് ഇടവിളകളെക്കുറിച്ചുള്ള ഒരു ബോധം ഇതുവരെ ഉണ്ടായിട്ടില്ല. തെങ്ങെന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ചോട്ടിൽ വേറൊന്നുമില്ല. ഇപ്പോൾ അതുപോലെ അല്ല, എല്ലാ കാര്യങ്ങളും ചെറിയ തോട്ടവിളകളുണ്ട്. അതായത് ഇഞ്ചി, മഞ്ഞൾ, ചെറിയ ഇടവിളകൾ, അതുപോലെ തന്നെ ദീർഘകാല വിളകളായിട്ടുള്ള കവുങ്ങ്, പിന്നെ നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. അതുപോലെ ജാതി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുതുതായിട്ട് നമുക്ക് ഇടുമ്പോൾ കൂടുതൽ ലാഭം ഒരേ സ്ഥലത്ത് നിന്ന് ഇത്രയും തോട്ടത്തിൽ നിന്ന് നമുക്ക് കൂടുതൽ ലാഭം കിട്ടാനായിട്ട്. മാത്രമല്ല നമ്മളുടെ എംപ്ലോയബിലിറ്റി കൂടുകയാണ്. ഒരു പണിയല്ല പല പണിയും ചെയ്യാനുള്ള മൊത്തത്തിൽ നമുക്ക് ജീവിതത്തിലും ഒരു അർത്ഥം കിട്ടുന്നുണ്ട്. കേരഗ്രാമ പദ്ധതി കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ തന്നെ ജില്ലയിലെ 4 പഞ്ചായത്തുകൾ തിരഞ്ഞെടുത്തതിൽ കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ നടത്താൻ ഈ കേരഗ്രാമ പദ്ധതി നല്ല രീതിയിൽ നടപ്പാക്കാനും അതുപോലെ വാർഡ് തല ഗ്രാമസഭകൾ കൂടി ഗ്രാമസഭകൾ കൂടി കർഷകരെ ഇതിനെക്കുറിച്ച് ഒരുപാട് അറിവ് കൊടുത്തുകൊണ്ട് ഈ പദ്ധതി നല്ല രീതിയിൽ നടപ്പാക്കാൻ സഹായിക്കുകയും അതുപോലെ ഇതിൻ്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള പരിപാടി, അതുപോലെ കുമ്മായം, മഗ്നീഷ്യം സൾഫേറ്റ്, അതുപോലെ പൊട്ടാഷ് തുടങ്ങിയ വളങ്ങളും ഇതിനോടൊപ്പം കൊടുക്കുകയും അതുപോലെ വാഴ തൈകൾ, അതുപോലെ ഇഞ്ചി, മഞ്ഞൾ, അതുപോലെ മൂച്ചി തൈകൾ, അതുപോലെ എല്ലാ നവധാന്യങ്ങളും അല്ലെങ്കിൽ ഇടവേള കൃഷികളായിട്ടുള്ള ഈ തെങ്ങിനെ കർഷകരെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരഗ്രാമ പദ്ധതി പഞ്ചായത്തിൽ ഒരുപാട് സഹായകരമായിട്ടുണ്ട്. അത് 14-ാം വാർഡിൽ പ്രത്യേകിച്ചിട്ട് 69 കർഷകർ നല്ല രീതിയിൽ ഈ കേരഗ്രാമ പദ്ധതിയെ ഉൾക്കൊള്ളുകയും അത് നടപ്പാക്കാൻ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടുകളും കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഇങ്ങോട്ടും ഉണ്ടായി. 14-ാം വാർഡിൽ നിന്ന് കർഷകരുടെ നേതൃത്വത്തിൽ അങ്ങോട്ട് കൃഷി ഓഫീസിലും ഉണ്ടാവുകയും നല്ല രീതിയിൽ നടപ്പാക്കിയ കടയപ്പുറം ഗ്രാമപഞ്ചായത്തിലെ നല്ലൊരു വാർഡ് കൂടിയാണ് 14-ാം വാർഡ്. 69 കർഷകരാണുള്ളത്. എല്ലാ രീതിയിലും ഈ കേരഗ്രാമ പദ്ധതി വൻ വിജയമാക്കാൻ ഈ കർഷകർ മുന്നിട്ട് നിന്നുകൊണ്ട് നമുക്ക് സാധിച്ചു. അതിന് വാർഡ് തല ഗ്രാമസഭകൾ, ഗ്രാമസഭകൾ കൂടി അതിന് ഓരോരോ ഘട്ടമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 15 ദിവസം കൂടുമ്പോൾ ഗ്രാമസഭകൾ അല്ലെങ്കിൽ ഇതിൻ്റെ യോഗങ്ങൾ കൂടി കർഷകരെ ഈ കേരഗ്രാമത്തിൽ അല്ലെങ്കിൽ കൃഷിയായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാ തരത്തിലുള്ള സപ്പോർട്ടുകളും കൃഷിഭവനിൽ നിന്ന് കിട്ടുകയും നല്ല രീതിയിൽ നടപ്പാക്കാൻ, ജില്ലയിൽ തന്നെ നല്ല രീതിയിൽ നടപ്പാക്കാൻ കേരഗ്രാമ പദ്ധതി 75 ലക്ഷം രൂപയോളം നമ്മുടെ പഞ്ചായത്തിന് കിട്ടിയത് നല്ല രീതിയിൽ നടപ്പാക്കാൻ
കൃഷി ഓഫീസർ എന്ന നിലയ്ക്ക് വാസവൻ സാറും പഞ്ചായത്തിലെ എല്ലാ ഭരണസമിതിയും 14-ാം വാർഡിലെ ഈ കേരഗ്രാമ പദ്ധതിയുമായി നല്ല രീതിയിൽ പോയി കർഷകർക്ക് ഇതിനോട് ഒരുപാട് ഉപകാരങ്ങളും ഇതിൻ്റെ കൃഷി മേഖലയുമായിട്ട് മുന്നോട്ട് പോകാൻ അവരെ നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിശ്വാസമാണ് 14-ാം വാർഡിലുള്ള പറയാനുള്ളത്. കേരഗ്രാമം പദ്ധതി നടപ്പിലാക്കിയതോടെ തെങ്ങ് കൃഷിയിൽ കൂടുതൽ താൽപ്പര്യവും ആത്മാർത്ഥതയും കർഷകരിൽ ഉളവാക്കുവാൻ സാധിച്ചുവെന്നതാണ് പദ്ധതിയുടെ പ്രധാന വിജയം. പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ നീണം കേരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം പുഴയോരം കളമേളം കവിത പാടും തീരം.